ഗൈസ് ഞങ്ങള് ധ്യാനുവിന്റെ ബർത്ത്ഡേ ആണ് നേരെ നമ്മളെ പരളശ്ശേരി കാവിലാട്ടോ പോയെ. നമ്മള് ഇവിടെ ഫസ്റ്റ് ഞാൻ വന്നിട്ടുണ്ടെങ്കിലും ജിത്തി ഇതുവരെ ഇവിടെ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാലും ജിത്തിനെ കൊണ്ട് നേരെ ഈ ഒരു അമ്പലം കാണിക്കാന്ന് വെച്ചേ. ഈ അമ്പലത്തിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇവിടെ വലിയ കുളം ഉണ്ട് കേട്ടോ. അപ്പോൾ കുളത്തിന്റെ വിശേഷങ്ങൾ നമ്മളെ അവിടെ പോകുന്ന സമയത്ത് കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങളിതേ അമ്പലത്തിൽ വന്ന് നമ്മളെ ആവശ്യമായിട്ടുള്ള റെസീറ്റ് കാര്യങ്ങളൊക്കെ ആക്കി അമ്പലത്തിൽ പോയി നമ്മൾ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്ത് വന്ന് നമ്മളെ വഴിപാടിന്റെ ആ ഒരു ഷീട്ട് നമ്മളെ നമ്പൂതിരിന്റെ അടുത്ത് കൊടുത്തു. അപ്പോൾ നമ്പൂതിരി പറഞ്ഞു ഏകദേശം ഒരു അരമണിക്കൂറിന്റെ മേലെയാവും പിന്നെ പ്രസാദം കിട്ടാനായിട്ട്. നിങ്ങളൊന്ന് പുറത്ത് വെയിറ്റ് ചെയ്യണം. കാരണം ആ, പൂജ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞങ്ങൾ പ്രസാദം കാര്യങ്ങളൊക്കെ വാങ്ങി നേരെ പുറത്ത് വേറൊരു അമ്പലം ഉണ്ടെന്നെ. ആ നമുക്കിവിടെ വന്ന് പരിചയമില്ല, എവിടെ എങ്ങനെ പോകണം എന്നുള്ള വലിയ പരിചയവും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വെച്ചാൽ ഇവിടുന്ന് വാങ്ങിയ പ്രസാദം കാര്യങ്ങളൊക്കെ തൊട്ടതിന് ശേഷം നമ്മൾ നേരെ പുറത്തുള്ള ഒരു അമ്പലത്തിലേക്ക് വന്നതാണ്. പിന്നെ പ്രസാദം തൊടുന്നതിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ജിത്തി തന്നെ എല്ലാവർക്കും തൊട്ട് തരണം. കാരണം ഞാൻ നെറ്റിയുമ്പോൾ തൊട്ട് കഴിഞ്ഞാൽ അത് വലിയ കുറിയായി പോകും. അപ്പോൾ കാണാൻ ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് തൊടിക്കില്ല കേട്ടോ. പിന്നെ ഈ കാണുന്ന നമ്മളിവിടെ സർപ്പത്തിന് മുട്ട ഉയ്യലാട്ടോ. അപ്പോൾ ഇവിടെ ഒരു പാമ്പിൻ്റെ എന്താ പറയുക ക്ഷേത്രം കൂടിയാണ്, നാഗക്ഷേത്രം കൂടിയാണ്. കണ്ടോ ഇത് കാവാണ്. അപ്പോൾ ഇത് കണ്ടോ ഇവിടെ ഇങ്ങനെ മഞ്ഞളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇതാക്കുന്നത്. അപ്പത്തേക്ക് നമ്മൾ പുഷ്പാഞ്ജലി കഴിച്ചതിൻ്റെ പ്രസാദം വാങ്ങാനുള്ള ടൈമായി. അങ്ങനെ ഞങ്ങളിത് പുഷ്പാഞ്ജലി കഴിച്ചതിൻ്റെ പ്രസാദം വാങ്ങാനായിട്ട് ക്യൂ നിൽക്കുന്ന കേട്ടോ. അപ്പോൾ അവിടുന്ന് ഒരു കുഞ്ഞു മോള് ഭയങ്കര ഡാൻസും ഭയങ്കര വർത്താനം, എല്ലാവരും ഭയങ്കര ശ്രദ്ധിക്കുന്ന അവിടെ. അങ്ങനെ നമ്മൾ പ്രസാദവും കാര്യങ്ങളൊക്കെ വാങ്ങി നേരെ പുറത്ത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പുറത്തൊരു അമ്പലം ഉണ്ടെന്ന്, ആ അമ്പലത്തിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ പോകുന്ന പോക്കിൽ ധ്യാനം പറഞ്ഞ് ഞാൻ പിറകോട്ട് നടക്കുന്നത്. അവൻ്റെ കുറച്ച് പുറകോട്ട് നടത്തം കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങളിത് ഒരു വലിയൊരു ആൽമരത്തിൻ്റെ ചുവട്ടിലെത്തി കേട്ടോ. വലിയൊരുന്ന് വെച്ചാൽ വലിയൊരു ആൽമരം. അപ്പം ഞാൻ ജിത്തിൻ്റെ അടുത്ത് പറഞ്ഞു ജിത്തിയോ നമുക്ക് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ തന്നെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടുന്ന് എടുത്തതിന് ശേഷം ദേ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഞങ്ങളിനി കുളം കാണാൻ പോകാനുള്ള പരിപാടി കേട്ടോ. കുളം എന്നൊക്കെ പറഞ്ഞാൽ ഒന്നൊന്നര കുളമാട്ടോ ഇവിടുത്തെ. അപ്പോൾ അത് കാണാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ജിത്തിനെയും കൂട്ടി നേരത്തെ കുളത്തിലേക്ക് പോയി. കുളം എന്ന് പറഞ്ഞാൽ ഫുള്ള് ചെങ്കല്ല് പതിച്ചിട്ടുള്ള കുളമാട്ടോ. ഫുൾ ചെങ്കല്ല്. അത്യാവശ്യം നല്ല ഹെവി സൈസ് കുളമാട്ടോ. പിന്നെ അതിൽ ഉപരി എന്ന് വെച്ചാൽ ഈ കുളത്തിലാണ് ഇഷ്ടംപോലെ മീനുകൾ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ മീനുകൾ നമ്മളെ കാലിൽ വന്നിട്ട് കൊത്തി കളിക്കും കേട്ടോ. അത്തരം മീനുകളുണ്ട്. അത് പല സൈസുള്ളത് കണ്ടോ. ഈ കാണുന്നത് നമ്മളെ പിലോപ്പിയാണേ. പിലോപ്പിയും അതേപോലെ തന്നെ കോഴിക്കാർപ്പ്, പിന്നെ ആ, നമ്മളെ പുഴയിൽ നിന്നൊക്കെ പിടിക്കുന്ന മീനില്ലേ അതിൻ്റെ പേര് മറന്നുവല്ലപ്പാ. എന്ത് കോഴിക്കാർപ്പ് കണ്ടോ. ഈ കാണുന്നത് നമ്മളെ പുഴയിലൊക്കെ ഉണ്ടാകുന്ന മീനാണേ. ഏഹ് രോഹു, രോഹു ഇപ്പം പേര് ഓർമ്മ വന്ന്. അപ്പോൾ രോഹു കേട്ടോ. അപ്പോൾ അതെ ജിത്തി അവിടുന്ന് ഒരു ചെറിയ ഫിഷ് ഫാച്ചിയേട്ടെന്ന് പറഞ്ഞിട്ട് മീനിനെ കൊണ്ട് കാല് വൃത്തിയാക്കുന്ന കേട്ടോ. മീൻ വന്ന് അതുപോലെ തന്നെ കംപ്ലീറ്റ് കൊത്തി 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 കാല് വൃത്തിയാക്കുന്നുണ്ട്. ഭയങ്കര ഇക്ലിയാട്ടോ. ഞാനൊന്ന് വെച്ച് നോക്കി എനിക്ക് നടക്കുന്നില്ല. ഞാൻ പറഞ്ഞു എനക്കാവില്ല മകളെ പറഞ്ഞ് സഹിക്കാൻ പറ്റുന്നില്ല പറഞ്ഞ് ഞാൻ ഒഴിവാക്കിയിട്ട്. അപ്പം ജിത്തി പറഞ്ഞു ഞാൻ എന്തായാലും ഒന്ന് ചെയ്യട്ടെ എന്ന് അങ്ങനെ ചെയ്തു നോക്കിയാണ്. അപ്പോൾ അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയതെന്ന് വെച്ചാൽ എന്തായാലും അമ്പലത്തിൽ വന്നല്ലേ കുറച്ച് കുട്ടികൾക്ക് എന്തെങ്കിലും ടോയ്സ് വാങ്ങാമെന്ന് വെച്ച് നേരത്തെ ടോയ്സിൻ്റെ കടയിലേക്ക് പോയി. ടോയ്സിൻ്റെ കടയിൽ കയറിയപ്പം ദില്ലുവിന് പിന്നെ ടോയ്സ് വേണ്ട, അവന് വേറെ എന്തെങ്കിലും മതി എന്ന് പറഞ്ഞ്. എന്നാൽ പിന്നെ നിന്നെ നീ അടക്കട്ടെ എന്ന് പറഞ്ഞ് ധ്യാനുവിന് കുറച്ച് ടോയ്സ് വേണമെന്നുണ്ട്. അങ്ങനെ അവനത് വാങ്ങി. അങ്ങനെ ഞങ്ങൾ നേരെ പോയി ദില്ലുവിന് മീൻ വേണമെന്നുണ്ട്. അപ്പോൾ അവിടെ കണ്ടപ്പോൾ ഒരു നെറ്റ് ഉണ്ടെന്നെ. അപ്പോൾ ആ നെറ്റും വാങ്ങി. നമ്മളെ മീനിനെ പിടിക്കാൻ നെറ്റില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താക്കി ഒരു നെറ്റും വാങ്ങി. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരത്തേക്കുള്ള പരിപാടിക്കായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാനും അങ്ങനെ വരുന്ന വഴിയിൽ തന്നെ നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് കയറി. നമ്മൾ വൈകുന്നേരത്തേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഏഹ് പിന്നെ കുറച്ച് ഫ്രൂട്ട്സും വേണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ ഫ്രൂട്ട്സ് വാങ്ങാനായിട്ട് അതിൻ്റെ ഫ്രണ്ടിലാട്ടോ ഫ്രൂട്ട്സിൻ്റെ കടയുള്ള. അങ്ങനെ ഫ്രൂട്ട്സ് വാങ്ങാനായി ഫ്രൂട്ട്സും അതുപോലെ തന്നെ പച്ചക്കറിയും വേണേ. പച്ചക്കറിയും വാങ്ങി. അപ്പോൾ അത് വാങ്ങുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ ഒരു സാധനം കാണുന്നത് കേട്ടോ. പച്ച കളർ കോളിഫ്ലവർ. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇത് കാണുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ.